ഹായ് ഗൈസ്, ഞാൻ ഇന്ന് നിൽക്കുന്ന എവിടെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ആലപ്പുഴയിലെ രാഗം കാറിൻ്റെ എക്സ്ട്രാ ഫിറ്റിങ്സ് ഒക്കെ ചെയ്യുന്ന ഒരു ഷോപ്പിലാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ വീഡിയോ ഇടാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാർ എടുത്തു കഴിഞ്ഞിട്ട് വലുതായിട്ട് അപ്ഡേഷൻ ഒന്നും ആർക്കും കൊടുത്തിട്ടില്ല. എല്ലാവരും എന്നെ കാണുന്നവരൊക്കെ ചോദിക്കാറുണ്ട്, എടാ കാർ എടുത്തു കഴിഞ്ഞിട്ട് നീ എവിടെ കാറുമായിട്ട് ഇറങ്ങുന്ന കാണാറില്ലല്ലോ, ഇനി കാറിൽ മണ്ണ് പറ്റുന്നത് കൊണ്ടാണോ നീ കാറിൽ ഇറക്കാത്തതെന്നൊക്കെ. അപ്പോൾ വേറൊന്നും കൊണ്ടല്ല, ഞാൻ കാർ എടുത്ത് വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്കും എൻ്റെ വീടിൻ്റെ വാതിക്കലൊരു കാണയുടെ പണി നടക്കുന്നുണ്ട്. അവർ റോഡ് മൊത്തം പൊളിച്ചിട്ടേക്കുവാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അപ്പുറത്ത് വഴിയുണ്ട് ഇറക്കി കൊണ്ടുപോകാം, പക്ഷേ എന്നാലും നമ്മൾ അളന്ന് മുറിച്ചൊക്കെ കൊണ്ടുപോകണം വണ്ടി. ഒരേലും പിടിക്കലൊക്കെ കാരണം ഞാൻ വലുതായിട്ട് ഇറക്കിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ചുമ്മാ നമ്മുടെ അളിയച്ചാരൻ്റെ വീട്ടിൽ പോയിരുന്നു ചങ്ങനാശ്ശേരിയിൽ. അപ്പം നമ്മുടെ അളിയൻ്റെ കയ്യിൽ കാറുണ്ട്, അവൻ ഇച്ചിരി കാറ് ഭ്രാന്തനാണ്. അപ്പോൾ അവൻ ചുമ്മാ മോഡിഫിക്കേഷൻ ചെയ്ത് അവൻ്റെ കാറിനകത്തൊരു ഡിസ്പ്ലേ ഉണ്ടായിരുന്നു അകത്ത്. അപ്പം നമ്മുടെ ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ പാട്ടൊക്കെ ഇടുന്ന മറ്റേ LED ഡിസ്പ്ലേ ഒക്കെ ഉണ്ടല്ലോ. അപ്പോൾ എൻ്റെ കാറിനകത്ത് നമ്മുടെ ഫുൾ ഓപ്ഷൻ വണ്ടിയായിരുന്നു സ്വിഫ്റ്റ്, എല്ലാവരും കണ്ടിട്ടുണ്ടായിരുന്നല്ലോ. ഈ സ്വിഫ്റ്റിനകത്ത് കമ്പനി തന്നെ വെച്ചിരുന്ന ഒരു സെറ്റ് ഉണ്ടായിരുന്നു. അതിനകത്ത് പണ്ടത്തെ ഒരു ഡിസ്കൊക്കെ ഇടുന്ന സെറ്റപ്പ്, ഇത് റിവേഴ്സ് ക്യാമറയാണ് നിങ്ങൾ ഈ കാണുന്നത്. പക്ഷേ ഇത് ഇപ്പം എനിക്ക് പെട്ടെന്ന് മേടിക്കാനുള്ളൊരു പരിവല്ലായിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചങ്ങനാശ്ശേരി പോയപ്പം അളിയൻ കാറിനകത്ത് പുതിയത് വെച്ചപ്പം അവൻ പഴയതൊരെണ്ണം സെക്കൻഡ് തന്നെയാണ്. എനിക്ക് പറയുന്നതിനകത്ത് വലിയ നാണക്കേടൊന്നും തോന്നുന്നില്ല. ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അളിയൻ അതിനകത്ത് ഡിസ്പ്ലേ എടുത്ത് വെച്ചിട്ട് എൻ്റെ അടുക്ക പറഞ്ഞത്, അളിയ പഴയ ഡിസ്പ്ലേ ഇരിപ്പുണ്ട്, സെറ്റാകും, വർക്ക് ചെയ്യുന്ന അടിപൊളി സാധനമാണ്, അളിയൻ്റെ വണ്ടിക്കകത്ത് വെക്കാൻ പറഞ്ഞു. ഞാനിത് പറയാൻ വേറൊന്നുമല്ല കാര്യം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആലപ്പുഴയാണ്, അറിയാലോ, ഇത് സാധനം കിട്ടി എനിക്ക് ചങ്ങനാശ്ശേരി എന്നാണ്. അപ്പോൾ ഇത് ഈ ഇരിക്കുന്നതാണ് നമ്മളെ പണ്ടത്തെ ഷോറൂം കണ്ടീഷനിലുള്ള ആ ഡിസ്പ്ലേ എന്ന് പറയുന്നത്. അപ്പം ഞാൻ ആലപ്പുഴയിലെ 2-3 പ്രമുഖ കടകളിലൊക്കെ പോയി, എക്സ്ട്രാ ഫിറ്റിങ്സും മോഡിഫിക്കേഷനൊക്കെ ചെയ്യുന്ന കടയിൽ പോയപ്പോൾ 2-3 കടയിൽ പോയപ്പം ഞാൻ പേരൊന്നും എടുത്ത് പറയുന്നില്ല. ഇനി ഞാൻ പേരെടുത്ത് പറഞ്ഞിട്ട് ഇനി അവരെ ഞാൻ ഇല്ലാണ്ടാക്കി, അവരുടെ കച്ചവടത്തെ നശിപ്പിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടിയിട്ട് ഒത്തിരി കമൻറ്റുകളുമായിട്ട് ഒത്തിരി പേര് വരും. അപ്പം ഞാൻ 2-3 കടയിൽ പോയപ്പോഴത്തേക്ക് അവരെൻ്റെ ഇനി ഡിസ്പ്ലേ മേടിച്ച് നോക്കുന്നത് പോലും ഇല്ല. എന്തായാലും ഞാനിത് ഫിറ്റ് ചെയ്യും. അതിപ്പോൾ എന്തൊക്കെ റിസ്ക് എടുത്താണെങ്കിലും ഞാൻ എവിടെയെങ്കിലുമൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യും. പക്ഷേ നമ്മൾ ഇപ്പം മുമ്പ് വണ്ടി എടുക്കാൻ നേരത്താണെങ്കിലും നമ്മൾ പോകുന്ന 2-3 കടകളുണ്ട്. അവിടെയൊക്കെ ചെന്നപ്പോഴത്തേക്കും ഇതുപോലും മേടിച്ച് നോക്കാണ് എൻ്റെ അടുക്ക പറയുന്നത്, ലോക്കൽ സാധനം എവിടെ, ഇത് ലോക്കൽ ആയിക്കോട്ടെ, എൻ്റെ ഇഷ്ടമല്ലേ ഇത് എന്ത് വെക്കണമെന്നുള്ളത്. ഈ സാധനം മേടിച്ച് പോലും നോക്കാണ്ട് അവരെൻ്റെ കയ്യിൽ തിരിച്ചു തന്നെ ഇത് വെക്കാൻ പറ്റത്തില്ല. എന്താ കാര്യമൊന്നും നിങ്ങൾക്കറിയാമോ ഇങ്ങനെ പറയാനുള്ള കാരണം? ഞാനത് അവരുടെ ഷോപ്പിൽ നിന്നല്ലല്ലോ മേടിക്കുന്നത്. ഞാനിത് പുറത്തുനിന്ന് കൊണ്ടുവരാൻ നേരത്ത് അവർക്ക് അവിടെ കച്ചവടം കുറയുമല്ലേ. ഇത് വെച്ചെന്നാലും ഞാൻ കാശ് കൊടുക്കണമല്ലോ. ഇത് ഞാൻ 2-3 കടകളിൽ ചോദിച്ചപ്പോഴത്തേക്കും ഞാനിങ്ങനെ പറയുന്നില്ല, എന്തിനാണ് വെറുതെ. അപ്പം ഞാൻ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് നമ്മുടെ ആലപ്പുഴ നമ്മുടെ വൈച്ചേരി പാലമാണെന്ന് തോന്നുന്നു, വൈച്ചേരി പാലത്തിൻ്റെ അല്ല, നമ്മുടെ YMCA പാലത്തിൻ്റെ അടുത്ത് നമ്മുടെ ബിസ്മി സൂപ്പർ മാർക്കറ്റിൻ്റെ ഇപ്പുറത്ത് രാഗം, നമ്മുടെ ആലപ്പുഴയിലുള്ള മിക്കവർക്കും അറിയാവുന്നൊരു ഷോപ്പാണ് ഈ രാഗം എന്ന് പറയുന്നത്. ഇവിടെ എന്തൊക്കെ സാധനങ്ങൾ കാറിൻ്റെ കിട്ടുമോ അമ്മാതിരി സാധനങ്ങളൊക്കെ കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാനിത് പ്രമോഷന് വേണ്ടിയിട്ടോ അല്ലാണ്ട് ഇവരെന്നെ പ്രമോഷൻ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടോ വിളിച്ചല്ല. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ പറയത്തില്ലേ സ്വർണ്ണപാത്രത്തിലാണ് ചില്ലറ കാശിട്ട് വെക്കുന്നതെന്ന്, അതേ കണക്ക് നമ്മൾ ഈ രാഗം, ഞാൻ അങ്ങനെ സത്യം പറയില്ല, ഞാൻ ഈ രാഗം ഷോപ്പിനകത്തൊന്നും പോയിട്ടൊന്നുമില്ല. കണ്ടിട്ടുണ്ടെങ്കിലും നമ്മളെ പരിചയം വെച്ച് വേറെ 2-3 കടകളിലൊക്കെയാണ് ഞാൻ പോകുന്നത്. ഞാൻ ഇങ്ങോട്ട് വരുന്നെങ്കിൽ ചുമ്മാ പ്രമുഖരായിട്ടുള്ള എല്ലാവരും എൻ്റെ അടുക്ക പറഞ്ഞ് വെച്ച് തരാൻ പറ്റത്തില്ലെന്ന്. ഞാൻ ആ രാഗം ഷോപ്പിനകത്തോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞാൻ അവിടെയുള്ള ഓണർ ചേട്ടനെ വിളിച്ചിട്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ എൻ്റെ കയ്യിലൊരു ഡിസ്പ്ലേ ഉണ്ട്, ഇതിനകത്ത് വെച്ച് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ വണ്ടിയിലിരിക്കുന്ന സെറ്റിൻ്റെ 9 ഇഞ്ച് വലിപ്പമാണുള്ളത്. എനിക്ക് അളിയൻ തന്നത് 10 ഇഞ്ചിൻ്റെ ഒരു ഡിസ്പ്ലേ ആണ്, ഒരു LED ഡിസ്പ്ലേ. അപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പോൾ 2-3 കടയിൽ ചോദിച്ചപ്പോഴത്തേക്ക് അവർ പറയും ഇത് 10 ഇഞ്ച് അവിടെ വെക്കാൻ പറ്റത്തില്ല. എന്തായാലും ഈ മോഡിഫിക്കേഷൻ ചെയ്യുന്നവർ, ഈ കാറിൻ്റെ ഈ വർക്കൊക്കെ ചെയ്യുന്നവർക്ക് എന്തെങ്കിലും ഒരു സൊല്യൂഷൻ അതിനകത്ത് ചെയ്തു തരാൻ പറ്റും എങ്ങനെയെങ്കിലുമൊക്കെ. നമുക്കിപ്പോൾ അറിയാവുന്നൊരു പണി ഇപ്പം നമ്മുടെയൊക്കെ വന്നിട്ട് ഇതിനകത്ത് എന്തെങ്കിലും ഒരു ഓപ്ഷൻ ഉണ്ടോയെന്ന് ചോദിച്ചാൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൊടുക്കത്തില്ലേ. ഇപ്പം ഞാൻ പോയ കടക്കാരെല്ലാവരും പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരാഴ്ച പോലും ഇരിക്കത്തില്ലടാ, ലോക്കലാണടാ, അത് ഇളകിപ്പോകുമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ ഞാൻ ഈ രാഗം ആ കാർ ഷോപ്പിനകത്തോട്ട് വന്നപ്പോഴത്തേക്കും അവരെന്നെ നെട്ടിച്ച് കളഞ്ഞു. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ പറഞ്ഞു, എൻ്റെ അടുക്ക് ആദ്യം അവരിങ്ങനെ പറഞ്ഞു, ഞാൻ മോനെ ഇതിൻ്റെ ഈ പാനൽ ഇരിപ്പുണ്ടാന്ന് നോക്കട്ടെ, ഇത് 10 ഇഞ്ചാണല്ലോ, 10 ഇഞ്ച് ഉണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ ഓണർ പോയി നോക്കി. എന്നെ അത്രക്കും മാന്യമായിട്ടാണ് പുള്ളി, മോനെ നിൽക്കി നീ എന്ന് പറഞ്ഞ്, ഞാൻ വൈഫായിട്ടാണ് പോയത്, അവൾ പ്രഗ്നൻ്റ് ആയതുകൊണ്ട് വാ കടക്കാത്ത കയറി ഇരിക്കാന്നൊക്കെ പറഞ്ഞു. ആ ഒരു ഡീലിങ്സ് ഭയങ്കരമായിട്ട് എൻ്റെ മനസ്സിൽ കൊണ്ടത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളിക്കാരനകത്തോട്ട് വിളിച്ചുകൊണ്ട് പോയി പാനൽ നോക്കി. അപ്പോൾ പറഞ്ഞു, മോനെ എടാ അതേ ഒരെണ്ണം ഇരിപ്പുണ്ട്, നിൻ്റെ ഭാഗ്യമാണെന്ന് തോന്നുന്നു, ഒരെണ്ണം ഇരിപ്പുണ്ടെന്ന് പറഞ്ഞു. സംഭവം അതൊന്നുമല്ല, അത് വെച്ചോണ്ടിരിക്കുന്ന സമയത്ത് അതിൻ്റെ വേറൊരു പാനലും കൂടെ വേണമായിരുന്നു.
അതാണിത്. ഇപ്പോൾ പുള്ളിക്കാരൻ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണത്തിൽ നിന്നില്ല, വേറൊരെണ്ണവും കൂടെ വേണമായിരുന്നു. അതെല്ലാം വെച്ച് കണ്ടീഷനാക്കി. നമ്മുടെ ആലപ്പുഴയിൽ നിന്നല്ല, എവിടെ വേണമെങ്കിലും കാറിൻ്റെ പണിയുണ്ടെങ്കിൽ നിങ്ങൾ ആലപ്പുഴ രാഗം ഷോപ്പിനകത്തോട്ട് വന്നു കഴിഞ്ഞാൽ, ഞാൻ വീണ്ടും എടുത്ത് പറയുകയാണ്, ഇതൊരു പ്രമോഷനല്ല, പടച്ചവനാണെന്ന് നേരെ ഞാൻ പറയുക, ഇത് പ്രമോഷനല്ല. എന്നാൽ ചിലവർ പറയും നീ ഇത് കാശിന് വേണ്ടിയിട്ടാണ്, നിനക്കിത് ഫ്രീ ആയിട്ട് വെച്ച് തരാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇതിന് 2000 രൂപ എടുത്തു. കാര്യം ഡിസ്പ്ലേ ഞാൻ കൊടുത്തതാണ്. പിന്നെ അതിൻ്റെ എന്തോ ഒരു സാധനവും കൂടെ അളിയൻ തന്നിട്ടുണ്ടായിരുന്നു, അതെനിക്ക് അറിഞ്ഞൂടാ, സത്യം പറഞ്ഞാൽ അറിയത്തില്ല. അത് ഞാൻ ഈ കാറ് ആ ഷോപ്പിൽ വന്നപ്പോൾ അവർ പറഞ്ഞത് ഈ സോങ് ഒക്കെ സ്പീക്കറിൻ്റെയൊക്കെ എന്തോ ഒരു അഡ്ജസ്റ്റ്മെൻറ്റ് എന്താ സെറ്റപ്പൊക്കെയാണെന്ന് പറഞ്ഞത്, അതൊക്കെ അവർ അതിനകത്ത് സെറ്റ് ചെയ്ത് ഞാൻ എന്തോ വിചാരിച്ചോ അതിനേലും തൃപ്തിയായിട്ട് എനിക്ക് അവരത് ചെയ്ത് തന്ന്. അതിൻ്റെ മുതലാളിയുടെ ഡീലിങ്സും അവിടെയുള്ള പണിക്കാരുടെ ഡീലിങ്സും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട്. ഈ വീഡിയോയുടെ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ വീഡിയോ ഞാൻ ഈ കടക്ക് വേണ്ടിയല്ല, ഞാൻ ഈ ഡിസ്പ്ലേ ചെയ്യുന്ന ആ കടക്കാർക്ക് വേണ്ടി എടുക്കണമെന്നുള്ള ഉദ്ദേശത്തിലാണ് നിന്നത്. ഞാൻ പോയ കടക്കാരൊന്നും എനിക്ക് ചെയ്തു തന്നില്ല. പക്ഷേ എന്തോ ഭാഗ്യം ഇവർക്ക് ഉണ്ടായിരിക്കും. ഈ വീഡിയോ വൈറലാകുമോ, ആരെങ്കിലും കാണുമോ, ഇനി കാണാണ്ടിരിക്കുമോ എന്നൊന്നും എനിക്കറിയത്തില്ല. പക്ഷേ ഈ വീഡിയോ ഞാൻ ചെയ്യുമെന്ന് എനിക്ക് വാശിയായിരുന്നു. കാരണം ഞാൻ ആഗ്രഹിച്ചു പോയവരെനിക്ക് ചെയ്ത് തന്നില്ല ഇത്. അപ്പം ഞാൻ ചുമ്മാ ചോദിച്ചേക്കാന്നും പറഞ്ഞു പോയ കടക്കാരൻ എനിക്കത് ചെയ്ത് തന്നപ്പോഴത്തേക്കും എന്തായാലും ഞാൻ എല്ലാ വീഡിയോസും ഇടുന്നതാ. ഈ കടയുടെ എനിക്കെടുത്ത് പറയാണ്ടിരിക്കാൻ പറ്റത്തില്ല. അത്രക്കും എനിക്ക് മനസ്സിന് സന്തോഷം തന്നൊരു കാര്യമാണ് പുള്ളിക്കാരൻ ചെയ്തത്. ഞാൻ പുള്ളിക്കാരൻ്റെ എത്രയാണ് എമൗണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് അവിടെ GPay ചെയ്ത് എടുക്കുന്നുണ്ട്. അതാണ് ഞാൻ ഫോണിനകത്ത് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഞാനും പറയുന്നത് ഞാൻ ഫ്രീ ആയിട്ട് ചെയ്തതാണെന്നൊന്നും. അന്തസ്സായിട്ട് പണിയെടുത്ത കാശ് കൊടുത്ത് തന്നെ ചെയ്ത് വെച്ചതാണ്. ഡിസ്പ്ലേ അളിയൻ തന്നതാണ്, അത് അളിയനാണല്ലോ. വേറൊരു കാര്യം എനിക്ക് എടുത്തു പറയാനുണ്ട്. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വേറെ ഒത്തിരി വണ്ടികൾ പുറത്ത് കിടപ്പുണ്ടായിരുന്നു. വൈഫ് പ്രഗ്നൻ്റ് ആയതുകൊണ്ട് നമുക്കൊരു പ്രയോറിറ്റി പുള്ളിക്കാരൻ തന്ന്. ആ ഒരു മനസ്സിനെ നമ്മൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അഭിനന്ദിക്കണം. നമ്മളെ വിളിച്ചിരുത്തിട്ട് വണ്ടി പെട്ടെന്ന് അത് ക്ലിയർ ചെയ്ത് തന്നു പുള്ളിക്കാരൻ. ഇപ്പോൾ ഈ ഡിസ്പ്ലേ ഒക്കെ കണ്ട ഇത് ഞാൻ ആ സമയത്തൊക്കെ ഞാൻ പറയുന്നുണ്ടായിരുന്നു, അവിടെ സോങ് ഒക്കെ ഉള്ളത് കൊണ്ടാണ് ഞാൻ അത് മ്യൂട്ടാക്കിയിട്ട് രണ്ടാമത് വോയിസ് കൊടുക്കുന്നത്. ആ സമയത്തൊക്കെ ഞാൻ കുറേ കാര്യങ്ങളൊക്കെ എന്തൊക്കെയോ പറയുന്നുണ്ട്. പക്ഷേ ഇതിപ്പം ഞാൻ ഈ വീഡിയോ ഇത് എനിക്ക് ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞവരുണ്ടല്ലോ, അവർ തീർച്ചയായിട്ടും ഈ വീഡിയോ കാണണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് വേണ്ടി ഇടാൻ വേണ്ടി വെച്ചിരുന്ന വീഡിയോ ഞാൻ, അതും അവരുടെയും പ്രമോഷനല്ല. അങ്ങനെയാണ് ഞാൻ എങ്ങനെയെങ്കിലും അവർക്ക് അവരെനിക്കും ചെയ്തു തന്നെ ഞാൻ ആ വീഡിയോയും ചെയ്തു കൊടുത്തേ. ഇതൊന്നിനും ഇല്ലാത്തവരുടെ ഞാൻ പോയപ്പോൾ അതാണ്, നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ആരെങ്കിലും പറ്റത്തില്ല എന്ന് പറയുന്നുണ്ടെങ്കിൽ അത് നമ്മൾ ഒരിക്കലും തോറ്റ് പിന്മാറി പോകരുത്. അവനിക്ക് എന്നും തോൽവി മാത്രമേ കാണത്തുള്ളൂ. ഇവരിത് പറ്റത്തില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ വീണ്ടും പോയപ്പം ആ ഒരു ഷോപ്പുകാർ നമുക്ക് എന്ത് റിസ്ക് എടുത്തിട്ട് അവരത് ചെയ്തു തന്നല്ലോ. അത് ഇപ്പം ഞാൻ പിന്നെ വേറൊരു കാര്യം എടുത്ത് പറയേണ്ട, ഇപ്പം നമ്മളെ കാറിൻ്റെ എന്ത് വർക്ക് വേണമെങ്കിലും നിങ്ങൾ രാഗത്തിനകത്തോട്ട് വെക്കുമോ, അവർ ചെയ്തു തരും. അവരെങ്ങനെയെങ്കിലും നമുക്ക് തൃപ്തിയോടെ അവർ ചെയ്തു തന്നിട്ട് അവിടെ വിടത്തുള്ളൂ. കാരണം എനിക്കുണ്ടായ അനുഭവമാണ് ഞാൻ പറയുന്നത്. അത് എനിക്ക് പറഞ്ഞല്ലേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഞാൻ പറയും. കാരണം ഞാൻ വീണ്ടും പറയാണ്, ഞാൻ ഭയങ്കരമായിട്ട് ഹാപ്പിയാണ്. കാര്യം എന്താ, ഈ വണ്ടിക്കകത്ത് എനിക്ക് ഈ ഡിസ്പ്ലേ ആദ്യം പോയ 2-3 കടക്കാരെന്നെ മടുപ്പിച്ചപ്പോഴത്തേക്കും ഞാൻ മാനസികമായിട്ട് എനിക്ക് എന്തോ ഒരു വിഷമം പോലെ, അയ്യോ ഇനി ഇത് വെക്കാൻ പറ്റത്തില്ലേ എന്ന് ഓർത്ത്. പക്ഷേ എന്നെ ഞെട്ടിച്ചുകൊണ്ട് ഇവരെനിക്കത് ചെയ്തു തന്നപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷം ആയിട്ടുണ്ട്. ഈ വീഡിയോ മാക്സിമം നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് ചെയ്തു തരത്തില്ല എന്ന് പറഞ്ഞൊരു ഈ വീഡിയോ കാണണം. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ചെയ്യുന്ന ആമ്പിള്ളേരുണ്ട് ആലപ്പുഴയിൽ. ഇത് നല്ല മാന്യമായിട്ടും അന്തസ്സായിട്ടും ചെയ്തു തന്നിരുന്ന ആൾക്കാരുണ്ടെന്ന് നിങ്ങളെല്ലാവരും അറിയണം. കാരണം നിങ്ങളെ കടയിൽ നിന്ന് മാത്രം കാശ് കൊടുത്ത് മേടിച്ചാൽ മാത്രമല്ല, ഇല്ലാത്തവനൊക്കെ എന്ത് ചെയ്യും ഇത് ഇല്ലേ? ഇപ്പം ഞാനൊരു ഡിസ്പ്ലേ ആയിട്ട് പോയപ്പോൾ എന്തായാലും അവർക്ക് ചിന്തിച്ചൂടെ ഇവൻ എവിടെയാണെങ്കിലും ഇത് കൊണ്ടുവെക്കുമെന്ന്. ഇതിപ്പോൾ എന്താ 2000 കിട്ടത്തില്ലായിരുന്നു ഈ വെച്ച് തരുന്നവർക്ക്. ഇത് അവർ മാന്യമായിട്ട് എൻ്റെ അടുക്ക പുള്ളിക്കാരൻ ആദ്യം 2000 എന്ന് പറഞ്ഞു പോയി. ഒരു പാനൽ വെച്ചതിന് ശേഷം വേറൊരു പാനലും കൂടെ അതിനകത്ത് വെക്കണമായിരുന്നു. അതും പുള്ളിക്കാരൻ എവിടെയൊക്കെ പോയി എടുത്തുണ്ട്. എനിക്ക് ഞാൻ പറഞ്ഞില്ല, വൈഫായിട്ട് അവൾ പ്രഗ്നൻറ്റിൻ്റെ ആ അവസ്ഥ കണ്ടിട്ട് പുള്ളിക്കാരൻ സെറ്റ് ചെയ്ത് തന്നിട്ട് ഞാൻ ചോദിച്ചു 2000 രൂപ മതിയാന്ന് വെച്ചാൽ പുള്ളിക്കാരൻ പറഞ്ഞ്, ഞാൻ 2000 അല്ലേ നിൻ്റെ അടുക്ക പറഞ്ഞത്, എനിക്കത് തന്നാൽ മതി, ഞാൻ എന്തോ വെച്ചോ അത് നീ നോക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ പറഞ്ഞ പണി നിനക്ക് ചെയ്ത് തരും. അത് പുള്ളിക്കാരൻ എനിക്ക് ആ ചേട്ടനോട് എത്ര താങ്ക്സ് പറഞ്ഞാലും എനിക്ക് മതിയാകത്തില്ല. നിങ്ങൾ പോയ അനുഭവം ഉള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ താഴത്ത് കമൻറ്റ് തീർച്ചയായിട്ടും അടിക്കണം. രാഗത്തിൽ പോയ അനുഭവം എനിക്ക് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അനുഭവമായിരുന്നു. എല്ലാവരും ഈ വീഡിയോ മാക്സിമം ചെയ്യണം. കാറ് ഭ്രാന്തന്മാരെല്ലാവരും ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല കിഡിലൻ അലോയ് വീൽസും നല്ല ഡിസ്പ്ലേയും എല്ലാ കാര്യങ്ങളും അവിടെയുണ്ട്. ഇനി ഞാൻ കുറച്ചാളും കൂടെ കഴിഞ്ഞിട്ട് കാശ് കിട്ടുമ്പോൾ ഒരു അലോയ് വീലും അവിടെ തന്നെ പോയി ഞാൻ വെക്കും. എന്തായാലും അവിടെ തന്നെ ഞാൻ പോകത്തുള്ളൂ. ബൈ.